ഏകദേശം 4000 വർഷത്തോളം പഴക്കമുണ്ട് കളിമൺ പാത്രങ്ങളുടെയും കലാചാരുതിയേറിയ അലങ്കാര വസ്തുക്കളുടെയും നിർമ്മാണ പ്രവൃത്തിക്ക്. ദിൽമുൻ സംസ്കാരകാലത്ത് ജീവിച്ചിരുന്നവർ കളിമൺ ഉൽപ്പന്നങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നുവെന്നതിന് ഉദാഹരണമാണ് വിവിധ ശ്മശാനക്കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പാത്രങ്ങളും പൂജകളും കലങ്ങളുമെല്ലാം. തലമുറകൾ കൈമാറി വന്ന പരമ്പരാഗത തൊഴിൽ രീതി അതേപടി നിലനിർത്തിപ്പോരുന്നു പിൻതലമുറക്കാർ. ബഹ്റൈനിലെ ആലിയിൽ 7ഓളം കുടുംബങ്ങളാണ് ഈ പരമ്പരാഗത തൊഴിലിനെ നിലനിർത്തിപ്പോരുന്നത്. മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള മണ്ണുകളാണ് ഇവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. പ്രാചീന കാലത്ത് വിവിധ ഭാഗങ്ങളിലുള്ള താഴ്വരകളിൽ നിന്നും കഴുതവണ്ടിയിലാണ് കളിമൺ ശേഖരിച്ച് എത്തിച്ചിരുന്നത്. ഒരു കുഴിക്കകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന മരപ്പലകയിൽ ചവിട്ടിയാണ് ഈ ചക്രത്തെ കറക്കുന്നത്. കറങ്ങുന്ന ചക്രത്തിൽ കളിമൺ മിശ്രിതമിട്ട് കരവിരുതിൽ തീർക്കുന്നവ 2 ദിവസം വെയിലിൽ ഉണക്കിയെടുക്കുന്നു. ഇതാണ് പാത്രങ്ങളെ ഉപയോഗയോഗ്യമായ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുന്ന തീച്ചൂള. വർഷങ്ങൾ പഴക്കമുള്ള ഈ ചൂളയാണ് ഇവർ ഇപ്പോഴും ഉപയോഗിച്ചു പോരുന്നത്. കരവിരുതിൽ തീർത്ത ഉൽപ്പന്നങ്ങളെ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനുമായി ഒരു ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ. സ്വദേശികളും വിദേശികളുമായി നിരവധി പേർ ഉപഭോക്താക്കളായി എത്താറുള്ള ഇവിടെ ഛായക്കൂട്ടുകളാൽ ചിത്രപ്പണികളുള്ള അലങ്കാര വസ്തുക്കളും നിരവധിയാണ്. ചെറിയ തരം കൂജകളും പാത്രങ്ങളും അലങ്കാര വസ്തുക്കളുമാണത്രേ കൂടുതൽ വിറ്റഴിയാറ്. ഒരു വ്യവസായ പ്രസ്ഥാനം എന്നതിലുപരി പരമ്പരാഗതമായി കൈമാറി വന്ന ഈ തൊഴിൽ സംരംഭത്തെ തനത് രീതിയിൽ സംരക്ഷിച്ചു പോരുകയാണിവർ.